ഇന്ന് എനിക്കിട്ടൊരു പണി കൊടുക്കാൻ പോകണേ. കാരണം എപ്പോഴും ഓൻ എന്നെ എനിക്കിട്ട് എന്തെങ്കിലുമൊക്കെ പണി തരലുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ തിരിച്ചും കൊടുക്കണമെന്ന്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് മര്യാദക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ താക്കാൻ പോലും അറിയില്ല ഗൈസ്. മുറിയാണെങ്കിൽ ആയിക്കോട്ടെ. ഓന് കുറേ ദിവസമായിട്ട് താടി കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. ഓനെന്തോ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ഓൻ ഇതുവരെ നീട്ടിട്ടില്ല ഗൈസ്. സമയം കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, 12 മണി ആയിക്കണേ, ഇതുവരെ ഓൻ നീട്ടിട്ടില്ല. നാളെ കോളേജും ഇല്ല, പണിക്കും പോലും ഒരു വീട്ടിലൊരു ഉപകാരം ഇല്ലാത്തൊരു സാധനം. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഗൈസ്. എനിക്കിത് ഒന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവാണ്. പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. മര്യാദക്ക് ആയിട്ടില്ല ഗൈസ്. എന്നാ ബാക്കി പഠിച്ചാളെ. നമുക്ക് എല്ലാ കാര്യത്തിനും ക്ഷമ വേണമെന്ന് നമുക്കിതിൽ നിന്ന് പഠിക്കാം ഗൈസ്. ഇന്ന് മിക്കവാറും എനിക്ക് കിട്ടും ഗൈസ്. മുറിയായോ? എന്താണ് പ്രശ്നം? ക്ഷമ ഈമാന്റെ പകുതിയാണ്. പഠിക്കാൻ ഒരു പാഠങ്ങളായില്ലേ? ഷൂട്ടിന് വേണ്ടി വെച്ചതാണ്, എനിക്ക് ആവശ്യമുള്ളതായിരുന്നു. ണ്ടായിരുന്നു ടോണിയൻ കൈയിന്റെ, അതിന് വേണ്ടി പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ സാധനം വെച്ചിട്ട്. എന്നിട്ട് വെറുതെ ആവശ്യമില്ല. ഇതിന് ഞാൻ പണി തന്നിട്ട് ഞാൻ നിന്റെ പേര് മാറ്റി നോക്കിക്കോ. ക്യാമറ മാറ്റി. ഇങ്ങനെ എന്തിനാ ചോര വരുന്നതൊക്കെ പോത്തെ. അറിയില്ലല്ലോ, എനിക്ക് അറിയില്ല. തന്നെ പിന്നെ പണിക്ക് നിക്കണ തൊള്ളിലൊരു അല്ല ഗൈസ്, അൻസലിന്റെ സ്വഭാവം ഇതാണോ എന്റെ തനി സ്വഭാവം? ഷൂട്ടിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി അടുത്ത പ്രാവശ്യം ഷൂട്ടിന് വേണ്ടി വല്ലായി എനിക്ക് ടോണിയൻ കയ്യിൽ ഒരു ഷൂട്ട് ഉള്ളത്. അതിന് വേണ്ടി ഞാൻ താടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ പകരം വീട്ടിൽ ഞാൻ നിന്റെ നോക്കിപ്പോ ഇതിന്റെ എന്റെ വാക്ക ഞാൻ പകരം. ഗുഡ് മോർണിംഗ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗൈസ്? വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് നല്ലൊരു ദിവസമല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആവണം. എനിക്ക് ആക്ച്വലി ടോണിയൻ കയ്യിൽ ഒരു ഷൂട്ടുണ്ട് അൻഷാദ് ഒമറിൻ്റെ കൂടെ. അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാലമായിട്ട് അവർക്ക് അവരെ ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ ബിയർഡ് ഷേപ്പ് ആക്കുന്നതും അതിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും എല്ലാം ആക്കാനും വേണ്ടിയിട്ട് കുറേ കാലമായിട്ട്, അതായത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1.5 മന്തായിട്ട് ഞാൻ താടി തൊട്ടിട്ടില്ലായിരുന്നു, ഷേവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ലാസ്റ്റ് പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഷേവ് ചെയ്തതാണ്. എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഷേവ് ചെയ്യാത്ത സാധനം ഇവളുടെ ഓരോ മറ്റൊടുത്ത കളി കാരണമാണ് എനിക്കിന്ന് പോയത്. സോ ഗൈസ്, അത് മാത്രമല്ല, നമ്മൾ ഷേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്യണതിന് ഒരു മട്ടൊക്കെ ഉണ്ട്. ഇത് നോക്കിയാണ് ഇവിടെ നന്നായിട്ട് ചോന്നുകണം എന്തൊക്കെയായിരിക്കണം. പക്ഷെ എന്തായാലും എനിക്കിന്ന് ടോണിയൻ കയ്യിൽ പോയേ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത ഷൂട്ടാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്ന് ടോണിയൻ കയ്യിൽ പോകണം. എൻ്റെ ഷൂട്ട് ഞാൻ ക്യാൻസലാക്കാം, ഞാൻ ചെയ്യണില്ല. ബിക്കോസ് ഓഫ് അസ്മില സുൽത്താന എൻ്റെ ഒരു ഷൂട്ട് ക്യാൻസലായി, അതും കൊളായി, മൊത്തത്തിൽ കൊളായി. പക്ഷെ എന്തായാലും ടോണിയൻ കയ്യിൽ പോകണം, അൻഷാദിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് സീ ഹൗ ദിസ് ഡേ ഗോസ്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് പോയി വെക്കാം. ഗോ വിത്ത് ദ ഫ്ലോ, ലെറ്റ്സ് ഗോ. നമ്മൾ ഇതിന് പകരം അസ്മിക്ക് വീട്ടിരിക്കും, ഇതിൻ്റെ വാക്കാണ്. സ്റ്റേ ട്യൂൺഡ്. സോ ഗൈസ്, ഇതിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഏത് വീഡിയോസിലാണ് എന്ത് പ്രാങ്കാണെന്ന് ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. നമ്മൾ എന്തായാലും ഇതിന് പണി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഞാൻ നിങ്ങൾക്ക് തരും. തന്നെ അടി പഠിക്കണതൊക്കെ ഓക്കെ. ഇതെന്ത് ഇവിടെ ഇവിടെ ഒന്ന് ബ്ലഷ് ഇട്ട പോലെ അമ്മായി, ഇവിടെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെയാണ് പഠിക്കുന്ന സാധാ മാതിരി. ഇതെന്ത് വെച്ചെടുത്തിക്ക എന്ത് സ്വഭാവം. ഞങ്ങൾ ഡെസേർട്ടിലേക്ക് പെരുന്തൽമണ്ണ വരെ ബൈക്ക് ഓടിച്ച് വന്ന റബ്ബേ സ്റ്റൈൽ. ഞാൻ ചായയും കൂടി കുടിച്ചിട്ടില്ല. ഇനി അൻഷാദ് എനിക്ക് ചായ വാങ്ങി തന്നില്ല, ഫുഡ് വാങ്ങി തന്നില്ല എന്നെ ഓരോ നമ്മളെ കൊല്ലും വെച്ചു. Guys, so we are at Desert Saloon right now.
അപ്പോൾ അൻഷാദിന് കുറച്ച് ട്രിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ചെറുക്കായാണ് ഏത് മീശൊക്കെ എടുക്കും. ഞാനിടൂ പെരിയിൽ മാത്രം ഇരുന്നിരുന്നിരുന്ന് അകത്ത് അടിച്ചിരുന്നു. ഒരു എങ്ങോട്ട് ഇറങ്ങലില്ല കുറേ ദിവസമായിട്ട്. ഹാഫ് മീശ മാത്രം ചെറുക്കൻ സിംഹമായി സിംഹം. പക്ഷെ എന്തായാലും ഞാൻ ഇന്ന് താടി എടുത്തു. ഇത് നോക്കടാ ഇവിടെ ഞങ്ങള് രണ്ട് മാന്തിയതല്ല ചേങ്കത്തായിട്ട് ഒറ്റ ഇതാക്കിയതാ. അങ്ങനെ ഫുഡ് കഴിക്കണം വിശക്കണുണ്ട്. എനിക്ക് ഇതൊന്നും വാങ്ങി തന്നിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോ തന്നെ യൂട്യൂബർ ഞാൻ ഇവിടെ വരുമ്പോ തന്നെ ഓരോട് പറഞ്ഞത് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ വാങ്ങി തരാന്ന് പറയണ വരുന്നെങ്കിൽ വന്നിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കാണിച്ചെടുക്കാം. എന്താണ് ബ്രോസ്റ്റ് ആണോ അൽഫാമാണോ ചിക്കൻ ഷവായ ചിക്കൻ മഞ്ചൂരി കാര്യമില്ല. നമ്മള് KFC പോകും. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഇതിക്ക് ആകെ മിസ്സിംഗ് ഉള്ള ഒരു സംഭവം ഹാർലി ഡേവിഡ്സൺ. അപ്പൊ എന്റെ ലുക്ക് ഒക്കെയാണ് മോനെ. ഇതിക്ക് ഹാർലി ഡേവിഡ്സണും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചിനും ഒരു ഇംഗ്ലീഷ് മറ്റേ റൗഡി ലുക്ക്. റൗഡി നല്ലൊരു ഗാങ്സ്റ്റർ ടൈപ്പ് സെറ്റപ്പില്. ഞാൻ ഇവിടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് പഠിക്കാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന നെക്സ്റ്റ് ഇയർ ഈ ഒരു ടൈം ആകുമ്പോൾ, അതായത് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഇൻഷാല്ല ഇന്ത്യക്ക് ഒരു ഹാർലി, അതല്ലാന്നുണ്ടെങ്കിൽ കോണ്ടിനെന്റൽ GT, ഇതിലേതെങ്കിലും ഒരു വണ്ടി ഇന്ത്യക്ക് ഉണ്ടാവും. ഇത് ഞാൻ പറയുന്ന വാക്ക്. അൻസിന്റെ ചെലവിന് അൻസിൽ എന്തൊക്കെയാ ഓർഡർ ചെയ്യാന്ന് പറയുന്നത്. യൂട്യൂബിന്റെ റവന്യൂ കൊണ്ടുള്ള ചെലവാണ്. ബിരിയാണി, ഫിഷ് വേണമെങ്കിൽ കേക്കാന്ന് മട്ടൻ ബിരിയാണി, പെരുന്തമണ്ണ മസാലയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഒരു ചിക്കൻ ബിരിയാണി. എനിക്കറിയാം ആ സ്റ്റൈലോട്ട് ആണോ? ആ എടുക്കാം. 65 ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് പെരുന്തൽമണ്ണ ഈ ഒരു ഹോട്ടൽ കയറി. ഹോട്ടൽ കയറി മസാല ഞാൻ ഇവിടെ മലപ്പുറത്തുള്ള ഒരു മസാലി പോയി. ആ മസാല ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടിപൊളിയാണ്. ഞാൻ പറയും എൻ്റെ റിവ്യൂ, ഞാൻ പറഞ്ഞതിൻ്റെ ശേഷം തീരുമാനിച്ചാൽ മതി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് തന്നെയുള്ളത്. പോയിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യിക്കോ. എന്നൊരു അങ്ങനെയുണ്ട് ഫുഡ് എത്തിക്കുക. അയ്യോ ഏതാ മോനെ ബിരിയാണിയും ചിക്കൻ 65. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാറില്ല എന്നുള്ളത്. ഫുഡിൽ ഫുൾ കോൺസെൻട്രേഷൻ വേണം. ഇടാൻ രണ്ടാളെ പപ്പടും വളഞ്ഞു. ഇതുണ്ട് മസാലയിൽ എന്തുകൊണ്ട് വളഞ്ഞ പപ്പടം. മസാലേൻ്റെ ഓണർ എനിക്ക് മെസ്സേജ് മര്യാദ പറയട്ടെ. ഞാൻ ഇവിടെ പ്രൊമോഷൻ വരെ ചെയ്തൊരു ഫ്രീ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ റീസൺ എനിക്ക് വേണം. എന്തുകൊണ്ട് വളഞ്ഞ പപ്പടം. അങ്ങനത്തെ പ്ലേറ്റിലാണ് നിങ്ങൾ പോയിരിക്കുന്നത്. ഞാൻ റിവ്യൂ പറയാൻ പോകും. ഇവിടുത്തെ ഫുഡിൻ്റെ ചിക്കൻ പൊരിച്ചത് ബിരിയാണിയിൽ വെച്ചിട്ട്, പപ്പടം, തൈര്, അച്ചാർ വേറെ ലെവൽ. പൊള്ളി ടേസ്റ്റ്. ഈ വണ്ടിന്റെ ലെതർ എനിക്ക് നല്ല സ്റ്റൈൽ. ലെതർ അടിപൊളി ലെതർ. ഇത് മാറ്റിച്ചതാണ്. കളർ അടിപൊളി. കാരണം ക്ലീന് പുതിയ സാധനം എന്നുള്ള ഫിനിഷിങ്ങും എല്ലാം. എൻ്റെ പാൻറ്റൊക്കെ മാച്ച് ആയിട്ടുള്ള കളർ. ഞാൻ ഈ ഷോപ്പിക്ക് ആദ്യമായിട്ടാണ് കഴിച്ചത്. ഫസ്റ്റ് ടൈം പെരുന്തൽമണ്ണ വന്നിട്ട് ഞാനൊരു ഡ്രസ്സ് ഷോപ്പ് ചെയ്തിട്ട്. ഹുഡീസ്. അയ്യോ വാവ് എടാ ഈ ഹുഡി വാടാ, ഇത് സീൻ ഹുഡി. സ്റ്റീൽ ബോഡി അല്ല ഇത്. നോക്കിയാൽ നീ എടുത്ത് നോക്കിയാ ഇതാണ് അവൻ്റെ തടി കൈസ്. ഇത് രസമുണ്ട്. എന്താ എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ ഹാറിലേക്ക് ഓടിക്കുമ്പോൾ അറിയില്ലേ ആ തൊപ്പി ഇതിക്ക് നല്ല രസമുണ്ടാവും. ഇനി ഒരു ചങ്ങലുള്ള പാൻറ് ഉണ്ട് അവിടെ. ചങ്ങലുള്ള പാൻറ്റും എല്ലാം കൂടി ഇതിക്ക് സെറ്റപ്പ്. ഞാൻ സെലക്ട് ചെയ്യണം എൻ്റെ ഷർട്ട്. ഹാഫ് കൈ, ഫുൾ കൈ, ഫോർമൽ, പ്രിന്റ് ഏതാ വണ്ടി എടുത്തു. ഈ ടൈപ്പ് സാധനം എടുത്തു. ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഇത് ഓൾഡ് മണി എടുക്കണം. കുപ്പായ അയച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യണ. ഇതിന്റെ ഉള്ളിൽ എന്നെ കേട്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ലൂസായിട്ട് നോട്ടു. ഈ ലൂസിൽ തന്നെ ഉണ്ടാണോ? ആ ഇത് സീനാവും. ഇത് അടിപൊളി കോസ്റ്റ്യൂം മോനെ.
കൊണ്ടുപോയി എടാ ഒരു ചങ്ങല വേണടാ ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ ഒരു ചങ്ങല ഉണ്ടെങ്കിൽ അടിപൊളി മോനെ സീനെ കൊണ്ടുപോയി അൻഷാദ് കൊണ്ടുപോയി. അടുത്ത സാധനം പർച്ചേസിങ്. നമുക്ക് ഒരു ഷർട്ടിലൊന്നും നിർത്താൻ കഴിയണില്ല. നമുക്ക് ഇനി സ്പെക്സ് വേണം. നോക്ക് ഇതന്നെ സാധനം. ഇതിനോ ഗൈസ് ഞാൻ ഇപ്പോഴാണ് ഒരു സംഭവം ശ്രദ്ധിക്കണേ. നമ്മളെ വണ്ടി എന്താണ് യു റീഡ് ദാറ്റ് റോങ് ഡിഡ്ന്റ് യു? ഞാൻ റോങ് ആയിട്ടൊന്നും റീഡ് ചെയ്യില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറയാം. ഇല്ല പിന്നെ എന്താണിത് യു റീഡ് ദാറ്റ് റോങ് ഡിഡ്ന്റ് യു? എന്താ ഉദ്ദേശം? എന്താ എന്ത്? ഓ ഗൈസ് ഞാൻ പറഞ്ഞ പ്രിൻസ് ട്രീറ്റ്മെന്റ് എന്താ അറിയോ? ഇപ്പൊ കാണിച്ചു 1 മിനിറ്റ് ഗൈസ് നോക്കിക്കോളി. ഇതാണ് പ്രിൻസ് ട്രീറ്റ്മെന്റ്. തുറന്ന് പോയാ ഗൈസ് വി ആർ അറ്റ് മാർക്കറ്റ് സിറ്റി മോൾ റൈറ്റ് നൗ. ഇവിടെയാണ് നമുക്ക് ടോണി ആൻഡ് ഗൈയിൽ ഷൂട്ട് ഉള്ളത്. സോ ഇന്ന് നമുക്ക് എത്ര മണിക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ 3 മണിക്കാ 4 മണിക്കാ? സോ 4 o'clock നമുക്ക് ടോണി ആൻഡ് ഗൈയിൽ ഇപ്പം തന്നെ ഷൂട്ടിന് പോകണം. ആൻഡ് വി ആർ ഓൾറെഡി ലേറ്റ്. ഇപ്പം 4 സംതിങ് ആയി. പിന്നെ കുറേ നേരമായി അവിടുന്ന് വിളിച്ചുകൊണ്ട് നിൽക്കണേ, എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട്. ഇപ്പം വന്ന് കയറണുള്ളൂ. തെറി കേൾക്കാൻ അൻഷാദിൻ്റെ ജീവിതം ഒരുപാട് ബാക്കി. എന്തോ അടിച്ചു. എൻ്റെ കയ്യിൽ തോക്കുണ്ട് കഴിച്ച്. അതാവും ഞാൻ കൈക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ പൊട്ടൻ ഓർമ്മയാണത്. ഫോൺ എടുത്തിട്ടില്ലാണ് കഴിച്ച്. ഇവിടെ എത്തിൻ്റെ ചേച്ചി ഇത്രയും നേരം കൊണ്ട് ഓർമ്മയില്ല. ഇനി വണ്ടി പോയിട്ട് ഫോൺ ഞാൻ എടുത്ത് കൊണ്ടുവരേണ്ടി വരും. ഇവിടെ എന്താ പോകാം. ടോണി ആൻഡ് ഗൈൻ്റെ സർവീസ് എനിക്ക് ലൈക്കാവില്ല, തീരെ ലൈക്കാവില്ല. നമ്മൾ ഡെസേർട്ടിൽ പോയി. ഡെസേർട്ടിൻ്റെ സർവീസ് അടിപൊളിയാണ്. ഓരോ അല്ല അവരെ നമ്മളോടുള്ള വർത്തമാനം ആയാലും അവർ നമ്മളോടുള്ള ബിഹേവിങ് ആയാലും ടൈമിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം കൊണ്ടും ഇത് ഡെസേർട്ട് അടിപൊളിയാണ്. പക്ഷേ ടോണി ആൻഡ് ഗൈയിൽ പോരാ. ഇത് ബ്രാൻഡാണ് സമ്മതിച്ചു. പക്ഷെ അവരത് കീപ്പ് ചെയ്യണ്ടേ. ഡെസേർട്ടിൽ പോയാൽ മതി. അല്ല എനിക്ക് ഡെസേർട്ടിന്റെ പ്രൊമോഷൻ കിട്ടിക്കണിച്ചിട്ടല്ല, അല്ലാതെ തന്നെ ഞാൻ പറയാം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഡെസേർട്ട് ഈസ് ദ ബെസ്റ്റ്. അൻഷാദിന്റെ വക മുട്ടായി അമ്പാനി എന്നോട് പറഞ്ഞു ഫെറാറി എടുത്തു വരാൻ. ഞാൻ പറഞ്ഞു ഫെറാറി വീട്ടിൽ അത് വർക്ക്ഷോപ്പിൽ പണിക്കിട്ടുകയെന്ന് പറഞ്ഞു. എന്താ കംപ്ലൈന്റ്? എന്താ ഡിസ്ക് പോയി ടയർ 2 പഞ്ചറാണ്. അപ്പോൾ ഞാൻ എടുത്തു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് എടുത്തു വരികയാണെങ്കിൽ കല്യാണത്തിന് വന്നാൽ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ BM വരികയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ക്യാഷായി. പിന്നെ ഇപ്പം ഉണ്ടില്ല അമ്പാനി. എന്താ വെച്ച് കഴിഞ്ഞാലേ എന്നോട് പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞേ അപ്പത്തെ കാക്ക നോക്കിക്കോട്ടെ, അപ്പത്തെ കാക്കാനും പഠിച്ചിക്കോ. ഞാൻ അതിന് പകരം ജസ്റ്റിൻ ബീബറിനെ പറഞ്ഞേച്ചിക്കണം. ജസ്റ്റിൻ ബീബറിനെ പറഞ്ഞോണ്ട് എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കാര്യം പറഞ്ഞു. എന്താ എങ്ങനെ അൻസിൽ വരുന്നില്ല? ഞാൻ പറഞ്ഞേ ഞാൻ അൻഷാദിന്റെ ഒപ്പം ടോണിയൻ കയ്യിൽ പോകാണ്ട് ഫസ്റ്റ് ദിവസം. അപ്പോൾ ബാക്കിയുള്ള ദിവസം ഡ്രൈക്ക് ഒരു ദിവസം ഞാൻ ജസ്റ്റിനെ പറഞ്ഞു. ഒരു ദിവസം ഡ്രൈക്കിനെയും ഒരു ദിവസം മറ്റേ പെണ്ണുണ്ടല്ല ഓ മെസ്സേജ് ഇനി ഞാൻ പറഞ്ഞു പോയിക്കോ, എനിക്ക് വരാൻ പറ്റില്ല, അമ്പാനിയോട് പറഞ്ഞാൽ എൻ്റെ വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഏതായാലും ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അറ്റൻഡ് ചെയ്യാത്തതിന് എൻജോയ് ചെയ്യും. അംബാനി വ്ലോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി, ഐ കുഡന്റ് മേക്ക് ഇറ്റ് ഫോർ യുവർ വെഡിങ്. ഐ ഹോപ്പ് യു ഫോർഗിവ് മീ. താങ്ക് യു. 20 മിനിറ്റിൻ്റെ മേലായി. ഇവർ ഇത്ര നേരമായിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യൂ 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിതുവരെ കുറേ ഞങ്ങളെന്താ വെയിറ്റ്. ഇപ്പോൾ എയർ കുറച്ച് ലെങ്ത് കട്ടിയല്ല നല്ലത്. യെസ് ഹെയർ ആദ്യം ക്ലീൻ ആക്കുന്നു, എന്നിട്ട് വേണം കട്ടിങ്ങിലേക്ക് പോകാൻ. നാട്ടിൽ നിന്ന് ഏതായാലും വീട്ടിൽ നിന്ന് കുളിക്കലില്ല. അതെ അതെ, തല നനച്ചു തരാനും കേക്ക് തരാനും ഒക്കെ ആൾക്കാർ. ലൈഫ് വിത്ത് റോസാപ്പൂ. തല നനച്ചു ഇതൊക്കെ വീട്ടിൽ നിന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉമ്മറിയും തല നീരൊന്നും വേറെ തോത്തിക്കൂട്. ഉമ്മാനായിട്ട് ഒരു ദിവസം ടോണിയൻ കേക്ക് വരണം വെറുതെ ഇതൊക്കെ പറയുന്ന. ഇവിടെ ബ്രൈഡ് ചെയ്യോ? മറ്റേ ആ ബ്രൈഡിങ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ
ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ 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 ആക്കിയാണ്ട് മറ്റേ ആ ഇതുണ്ടല്ലോ ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന മറ്റേ സാധനം ഉണ്ടാവും ഡ്രൈക്കിന്റെ ഒക്കെ ഹെയർ സ്റ്റൈലില്ലേ അത് എക്സ്ട്രാ ഹെയർ വെച്ചാണ്ട് ഇങ്ങനെ എന്തൊക്കെ കുത്തി 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 ഇങ്ങനെ ഇതാക്കണല്ലോ ആ അത് ചെയ്യോ ഇവിടെ ടോണിയൻ കയ്യില് ഡ്രെഡ്ലോക്ക് അതന്നെ ഉദ്ദേശിച്ചു പക്ഷെ അതെന്താ പ്രശ്നം ചെയ്തു നോക്കിയാ LKG കുട്ടിയൊക്കെ തല എനിക്ക് ഉറങ്ങിപ്പോ ഞാൻ കൂടെ ഉറങ്ങിപ്പോ ഞാൻ എത്ര നേരായി അൻഷാദിന്റെ ഫുൾ മേക്ക് ഓവർ പ്രിൻസാണ് മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ടോണിയൻ കയ്യില് സോ ഷോട്ട് ഔട്ട് ടു പ്രിൻസ് അടിപൊളി വോൾഫ് കട്ട് അനിയത്തിന്റെ അതേമാതിരി രസമായിടാ നല്ല രസമുണ്ട് ഈ കേളും എല്ലാം കൂടി ആയിട്ട് എത്ര നേരം ക്ഷമിച്ച് കാത്തു നിന്നിട്ടാണ് റബ്ബെ ഞങ്ങൾ ഇപ്പൊ ഇത് തീർന്നത് വരെ അങ്ങനെ ടോണിയൻ കയ്യിൽ നിന്ന് നമുക്ക് കൂപ്പൺ കിട്ടി 200 rupees കൂപ്പൺ നെക്സ്റ്റ് ടൈമിൽ ടോണിയൻ കയ്യിൽ വരുമ്പോൾ നമുക്ക് 200 rupees ഡിസ്കൗണ്ട് ഉണ്ടാവും പെരിന്തൽമണ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമ്മൾ പാണ്ടിക്കാട് വണ്ടൂരൊക്കെ ബസ് എടുത്ത് കൊടുത്ത് നമുക്ക് കാറ് നിർത്താം ഗൈസ് ഇവൻ്റെ മുടിയൊക്കെയാണ് എൻ്റെ പെങ്ങളെ മുടിനേക്കാളും രസമുണ്ട് ഇത് നോക്കിയാൽ വോൾഫ് കട്ട് ചെയ്തിട്ട് ഏടാ മോനിപ്പുറം തിരിഞ്ഞ അയ്യോ എന്നിട്ട് അപ്പുറം തിരി ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് ഒരു അസൂയമുണ്ട് അതുപോലത്തെ ടോണിയൻ കയ്യിൽ സീന് എന്ന സീൻ ഇതുമല്ലേ സ്നിക്കറിന്റെ പീസൊന്നും കിട്ടൂല അല്ല അങ്ങനെ ഉണ്ടാവലുണ്ട് അല്ലെ ചിലവിടത്ത് അങ്ങനെ ഉണ്ടാവലുണ്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് അടിപൊളി ഗൈസ് ഒരാൾ വന്നാണ്ട് എന്നോട് ഇങ്ങനെ അണ്ടി ശുക്കൂർ അത് അതില് പറയണ്ടല്ലോ നമ്മള് എന്താ പേരെന്താ പറഞ്ഞെ ഹുസൻ എവിടെ സ്ഥലം ഇവിടെ പെരുന്തൽമണ്ണ തന്നെ വെട്ടത്തൂർ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഒറിജിനൽ അണ്ടി ചുക്കൂർ അണ്ടി ചുക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലവ് മൊഹബത്ത് നമ്മളെ കാണുന്ന ആൾക്കാരാണ് നമ്മളെ തിരിച്ചുള്ള ആൾക്കാരാണ് ഫോണിൽ ചാർജും കുറവാണ് മാത്രമല്ല എനിക്ക് ഇനി വീട്ടിൽ എത്താനുണ്ട് കുറേ പരിപാടികളുണ്ട് മാത്രമല്ല ഇപ്പം നമ്മൾ അൻഷാദിനെ പിരിയാൻ പോവാണ് വിത്തിൻ കുറച്ച് നേരത്തിനുള്ളിൽ ഞാൻ പോവും അപ്പോൾ ഏതായാലും വീണ്ടും അൻഷാദ് നമ്മളെ കൂടെ വരും അടുത്ത വീഡിയോക്ക് നാളെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ വരും ഈ വീഡിയോ കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ 4 മണിക്ക് ഡെയിലി നമ്മൾ പോസ്റ്റിംഗ് ആണ് വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി ഇത്ര കണ്ടന്റ് ഇറക്കണം അപ്പോൾ പോയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പൊ തന്നെ കുത്തിയ ബെല്ലൈക്കൻ അടിക്കുക അടിച്ചു കയറി പൊട്ടിക്കുക അപ്പോൾ see you in the next video until then